വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മാതമംഗലം യൂണിറ്റും സമീപ പ്രദേശത്തെ യൂണിറ്റുകളും സമാഹരിച്ച ധനസഹായം മാതമംഗലത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഏറ്റുവാങ്ങി. വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധനസമാഹരണം തുടങ്ങി. മാതമംഗലം യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ വിവിധ യൂണിറ്റുകൾ സമാഹരിച്ച ദുരിതാശ്വാസ സഹായം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഏറ്റുവാങ്ങി. ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരു ഉരുൾപൊട്ടൽ കൊണ്ട്, ഒരു വെള്ളമൊഴുക്ക് കൊണ്ട് നഷ്ടമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളും സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളും മതമേലധ്യക്ഷന്മാരും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും വയനാട്ടിൽ വിളിച്ചെത്തിക്കൊണ്ട് അവർക്കെല്ലാം ആശ്വാസം പകരുന്ന വലിയ പ്രഖ്യാപനങ്ങൾ നടന്നു. എന്നാൽ വളർത്തുമൃഗങ്ങളുടെ പോലും പ്രാധാന്യം കൽപ്പിക്കാതെ 100-ലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട വ്യാപാര സ്ഥാപനം സ്ഥിതി ചെയ്ത കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന വലിയ പാറകളും വനത്തിലെ വലിയ മരങ്ങളും കൊണ്ട് മരുഭൂമിക്ക് തുല്യമാണ്. അവിടെ ഇനിയൊരു കെട്ടിടം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടമായവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയും ആരും പ്രഖ്യാപിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ വ്യാപാരികളുടെ സംരക്ഷകരായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയിൽ ചേർന്നുകൊണ്ട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികളെയും പുനരുദ്ധരിക്കും. കെട്ടിടം പണിയാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തും. ആ സ്ഥലത്ത് കെട്ടിടം പണിതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ നിറച്ചുകൊണ്ട് മുഴുവൻ വ്യാപാരികളെയും വ്യാപാരമാകുന്ന തൊഴിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി ദ്രുതഗതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുക. മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ട്രഷറർ MP തിലകൻ, മാതമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേശൻ ഹരിത, സെക്രട്ടറിമാരായ VK കുഞ്ഞപ്പൻ, N ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റുമാരായ KK സൈതാലി, TV മാധവൻ, ട്രഷറർ P അബ്ദുൽ ഖാദർ മൗലവി എന്നിവർ സംസാരിച്ചു. പെരുവാമ്പ യൂണിറ്റിനു വേണ്ടി രഘുനാഥൻ, ഓലയമ്പാടി യൂണിറ്റിനു വേണ്ടി മധുസൂദനൻ, കക്കറ ന്യൂണിറ്റിനു വേണ്ടി ദാമോദരൻ, പാണപ്പുഴ യൂണിറ്റിനു വേണ്ടി ഗോവിന്ദൻ എന്നിവരും അതത് യൂണിറ്റുകൾ സമാഹരിച്ച ധനസഹായം സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, മാതമംഗലം. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.